താങ്കൾ ഈ ചർച്ചയെ തെറ്റിദ്ധരിപ്പിച്ചു. 203 സർക്കാർ സ്കൂളുകൾ ഈ കേരളത്തിൽ എൽഡിഎഫിന്റെ കാലത്ത് പൂട്ടിയെന്ന് താങ്കൾ അത് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം രാജിവെച്ച് ഇനി ഒരിക്കലും ഞാൻ ഒരു കൊടിയും പിടിക്കില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. 203 സ്കൂളുകൾ ഈ കേരളത്തിൽ എൽഡിഎഫിന്റെ കാലത്ത് അടച്ചുപൂട്ടി എന്ന് താങ്കൾ തെളിയിച്ചാൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാം. അരുണേ, രാജിക്കത്ത് തയ്യാറാക്കി വെച്ചു. നീ ആരോടാ കളിച്ചെന്നറിയോ? രാജേഷ് ഏട്ടൻ്റെ തീയിൽ കുരുത്തൊന്നും വെയിലത്ത് വാടത്തില്ല മോനെ. രാജേഷ് ഏട്ടാ, ഞാൻ BGM ഇടാൻ പോവാണ്. ആ സാധനം ഇപ്പം തന്നെ അരുണിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക. അരുണിൻ്റെ ഭാവി, അരുണേ, ഇങ്ങനൊരു വെല്ലുവിളിയുടെ ആവശ്യമില്ലായിരുന്നു. അരുണിൻ്റെ ഭാവി, രാഷ്ട്രീയ ഭാവി അവസാനിച്ചു. ആരെ വെല്ലുവിളിച്ചത്? എൻ്റെ രാജേഷ് ജിയെ ഇതേ ഇന്നേ വരെ ജീവിതത്തിൽ കളവ് പറയാത്ത എൻ്റെ രാജേഷ് ജിയെ തീയാണ്, തിജ്ജാണ്. രാജേഷ് ഏട്ടാ, ആ തെളിവ് കൊണ്ട് ശരി സെൻഡ് ചെയ്യ്, തർക്കം ചെയ്യരുത്. ഞാൻ BGM ഇടാൻ പോവാണ്. രാജേഷ് ഏട്ടൻ BGM ഇടാൻ പോവാണ്. അയച്ചോളൂ. 1200 ബോധപൂർവം വിട്ടു. 1200 അതൊന്നും പറഞ്ഞു സമയങ്ങളില്ല. അങ്ങോട്ട് അയച്ചു കൊടുക്കില്ല, സമയങ്ങളില്ല. ജോലി ചെയ്യുന്നു. രാജേഷ് ഏട്ടൻ അയക്കുന്നു, അയച്ചിരിക്കും. അരുണെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കില്ലേ? അരുൺ പ്രശ്നം ഉണ്ടാക്കില്ലേ? രാജേഷ് ഏട്ടൻ അയക്കും. പൂട്ടിയ സ്കൂളുകളുടെ പട്ടിക സെൻഡ് ആവുന്നില്ല. അതുകൊണ്ടാണ് അരുണ വെറുതെ അല്ല, സെൻഡ് ആവുന്നില്ല. സ്കൂളുകളുടെ പട്ടിക ഞാൻ അരുൺ അയച്ചുതരാം. രാജേഷ് നിങ്ങൾ പ്രശ്നമുണ്ടോ? അരുൺ അയക്കാനുള്ള മടിയാണ്. സ്കൂളുകളിൽ ശമ്പളമില്ല. 1207 സ്കൂളുകളിൽ ടീച്ചർമാർ ശമ്പളമില്ല. രാജേഷ് ജി ജ്വലിക്കുന്ന വീഡിയോ ആണല്ലോ. രാജേഷിയുടെ ജ്വലിക്കുന്ന പഴയ വീഡിയോ ആണല്ലോ. BJPയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുതരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയാണ്. അല്ല, നരേന്ദ്രമോദിയാണത്. നികേഷ്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പറയണം, അദ്ദേഹം എന്താ പറഞ്ഞത്? പറഞ്ഞോളൂ, എന്താ പറഞ്ഞത്? താങ്കൾ കേട്ടാണല്ലോ. അല്ല, ഞാൻ പറയാം, ഈ ക്ലിപ്പിംഗ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ ചോദിച്ചത്. രാജേഷ് ഏട്ടനകത്ത് നാറുകയാണല്ലോ, ആകെ നാറി മെഴുകുകയാണല്ലോ. ഇതല്ല രാജേഷ് ഏട്ടാ നമ്മൾ ഉദ്ദേശിച്ച ക്ലിപ്പ്. രാജേഷ് ഏട്ടാ, നമ്മൾ 200 സ്കൂളല്ല 2000 സ്കൂളുകൾ ഈ ഗവൺമെന്റ് കാലത്ത് പൂട്ടിപ്പോയില്ലേ? അതിനകത്ത് നമ്മളിപ്പോൾ താൽക്കാലമായിട്ട് 200 ഇട്ട് അവന്മാരെ ഞെട്ടിക്കുന്നുള്ളൂ. ആ 200 എണ്ണത്തിന്റെ തെളിവ് രേഖയുണ്ട് കാണിക്കാൻ പറഞ്ഞു. മുദ്രയില്ലേ? തെളിവില്ലേ? എങ്കിൽ ഈ മുദ്രയെങ്കിലും കാണിച്ചു കൊടുക്കും, അങ്ങനെങ്കിലും സമാധാനിക്കട്ടെ.